നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗ്രീഷ്മയുടെ കുടുംബത്തിൽ കൂടത്തായി മോഡൽ വിഷം കൊടുത്തുള്ള കൊലപാതകങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ പോലീസിന് ശക്തമാകുന്നു. 2 വർഷം മുമ്പ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് മലയാളി വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഷാരോൺ വധക്കേസ് അന്വേഷണത്തിൽ ഡി ശില്പ എന്ന റൂറൽ SP ഏറെ കരുത്തു നൽകിയിരുന്നു കൂടത്തായി ജോളിയുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിലെ ചില നീക്കങ്ങൾ. ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളെ സൈനൈഡ് നൽകിയാണ് അന്ന് ജോളി വിവിധ കാലഘട്ടങ്ങളിൽ കൊലപ്പെടുത്തിയത്. കേസന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത KG സൈമണും അന്ന് ASP ആയിരുന്ന ഡി ശില്പയും അതിവിദഗ്ധമായി കരുക്കൾ നീക്കി. എങ്ങനെയാണ് കൂടത്തായി ജോളി സൈനൈഡ് സംഘടിപ്പിച്ചത് എന്നതായിരുന്നു ആ കേസന്വേഷണത്തിൽ ഏറെ നിർണായകം. ആദ്യം പാറശാല പോലീസാണ് ഷാരോൺ വധക്കേസ് അന്വേഷിച്ചത്. എന്നാൽ കൃത്യമായി കേസ് തെളിയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. തുടർന്ന് ജില്ലാ റൂറൽ SP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളെ സൈനൈഡ് നൽകി വധിച്ച കൂടത്തായി ജോളിക്ക് സൈനൈഡ് എത്തിച്ചു കൊടുത്ത മാത്യു എന്ന കഥാപാത്രം. ഇവിടെ ഷാരോൺ രാജിനെ ഗ്രീഷ്മ വധിച്ചത് അതീവ കൗശലത്തോടെ. ശക്തമായ മുന്നൊരുക്കങ്ങളും ആസൂത്രണങ്ങളുമാണ് ഇതിനായി ഗ്രീഷ്മ നടത്തിയത്. ജ്യൂസ് ചലഞ്ച് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളിലൂടെ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയപ്പോൾ ഗ്രീഷ്മ കുടുങ്ങി. ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി ലൈംഗിക ബന്ധം നടത്തി പിന്നീടാണ് ഗ്രീഷ്മ അവന് വിഷം കൊടുത്തത്. കഷായമെന്ന് കരുതി വിഷം കുടിക്കുകയായിരുന്നു കാമുകൻ ഷാരോൺ രാജ്. കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായി കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഗ്രീഷ്മ നടത്തിയ തന്ത്രപരമായ നീക്കങ്ങൾ പിന്നീട് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും പ്രതികളാകുന്നു. ഷാരോൺ വധക്കേസിൽ അമ്മയെ വെറുതെ വിട്ടു. എന്നാൽ അമ്മാവന് 3 വർഷം തടവ് ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് അമ്മാവിന്റെ പേരിലുള്ള കുറ്റം. നെയ്യാറ്റിൻകര പാറശാല മേഖലയിൽ പൊതുവെ നിലനിൽക്കുന്ന ചില ജാതീയ പ്രശ്നങ്ങളുണ്ട്. ഗ്രീഷ്മ നായർ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. എന്നാൽ ഷാരോൺ രാജാകട്ടെ നാടാർ വിഭാഗത്തിൽപ്പെട്ട യുവാവും. മകൾ ഒരു താഴ്ന്ന ജാതിക്കാരനെ കെട്ടുന്നത് ഒരുപക്ഷെ അമ്മാവന് സഹിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് പഴയ ചില കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ തിരയേണ്ടത്. 2022 നവംബർ 1-ാം തീയതി ഇത് സംബന്ധിച്ച വിശദമായൊരു വാർത്ത മലയാളി വാർത്ത നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം കേസന്വേഷണം ഏറ്റെടുത്തതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഈ റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഗ്രീഷ്മയുടെ കുടുംബത്തിൽ നടന്ന മറ്റൊരു മരണം. ഏറെ ദുരൂഹമായിരുന്നു ഈ മരണം. ആദ്യം ഒരു ആത്മഹത്യയെന്ന് കരുതിയ ആ മരണം ഒരുപക്ഷെ കൊലപാതകമായിരിക്കാം എന്ന സംശയമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്. അന്ന് ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനായിരുന്നു ആത്മഹത്യ ചെയ്തത്. ചുരുക്കത്തിൽ ചേടത്തിയുടെയും അനിയത്തിയുടെയും മക്കൾ. ഗ്രീഷ്മയുടെ ജ്യേഷ്ഠൻ തന്നെയാണ് മരിച്ചത് എന്നർത്ഥം. ഈ യുവാവ് അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നു. ഇതിനെ വീട്ടുകാർ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മയുടെ മൂത്ത സഹോദരനാണ് അന്ന് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ഈ മൂത്ത അമ്മാവൻ പറയുന്നതിനപ്പുറത്ത് കുടുംബങ്ങളിൽ ഒന്നും നടക്കില്ല. ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരിയുടെ മകൻ താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം ചെയ്തുകൊണ്ട് വീട്ടിലെത്തിയത് കുടുംബത്തിനൊട്ടും രസിച്ചില്ല. പിന്നീട് അവരെ പൂർണ്ണമായി അകറ്റി നിർത്തുകയായിരുന്നു കുടുംബം ചെയ്തത്. ആ ദമ്പതികൾക്ക് 3 മക്കൾ പിറന്നു. എന്നാൽ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഈ യുവാവ് പിന്നീട് അനുഭവിച്ചത്. ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. വിഷം കഴിച്ചായിരുന്നു ആ യുവാവിന്റെ ആത്മഹത്യ. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യുവതിയും മരിച്ചു. ഒരു കാരണവശാലും ആ യുവാവ് ആത്മഹത്യ ചെയ്യില്ല എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോഴും ഗ്രീഷ്മയുടെ കുടുംബത്തിനടുത്ത് താമസിക്കുന്ന പലരും. ആ മരണത്തിൽ ചില ദുരൂഹതകൾ ആളുകൾ കാണുന്നു. അതിനു പിന്നിൽ ഗ്രീഷ്മയുടെ അമ്മാവന്മാരുടെ ഇടപെടലുണ്ടാകും എന്നത് തന്നെയാണ് അവരുടെ വിശ്വാസം. ഏറ്റവും മുതിർന്ന അമ്മാവനായിരുന്നു അന്ന് വില്ലനെങ്കിൽ ഇപ്പോൾ ഗ്രീഷ്മയുടെ അമ്മയുടെ തൊട്ടുമൂത്ത സഹോദരൻ നിർമ്മലകുമാരനാണ് ഇപ്പോൾ കോടതി തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അന്ന് സഹോദരിയുടെ മകനോട് ഭാര്യയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിക്കണമെന്ന് ഈ സഹോദരൻ പലവട്ടം ഉപദേശിച്ചിരുന്നുവത്രേ. ഇതിന് പല സാക്ഷികളും അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ശക്തമായ മാനസിക സമ്മർദ്ദം മൂലം യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന കഥയാണ് പിന്നീട് പ്രചരിപ്പിച്ചത്. അതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന സംശയം ഇപ്പോൾ ബാക്കി. ഒടുവിൽ ആ യുവാവിൻ്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ് രേഖകളിൽ. പോലീസ് സ്റ്റേഷനിൽ എന്ത് കൃത്രിമത്വവും കാട്ടാൻ ഈ കുടുംബത്തിന് ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് നടന്ന ഷാരോൺ രാജ് വധം. ഷാരോൺ രാജ് വധമന്വേഷിച്ച പോലീസ് ആദ്യഘട്ടത്തിൽ പതറിയതിന് പിന്നിൽ ഗ്രീഷ്മയുടെ കുടുംബത്തിന് പാറശാല പോലീസ് സ്റ്റേഷനിലുള്ള സ്വാധീനം തന്നെ. താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം ചെയ്തതിന് പകമൂത്ത
അമ്മാവൻ ഏതെങ്കിലും തരത്തിൽ വിഷം കൊടുത്തു കൊന്നതാണോ ആ യുവാവിനെ? ആ യുവാവിൻ്റെ കുടുംബത്തിൻ്റെ കഥ അതിദയനീയം. യുവാവ് മരിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിക്കുന്നു. അവരിൽ ഒരു കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ രോഗാവസ്ഥയിൽ മരിച്ചുപോയി. ഇപ്പോൾ മറ്റ് 2 പേർ അമ്മയുടെ ബന്ധുക്കളുടെ സംരക്ഷണയിൽ കഴിയുന്നു. സഹോദര ശാപം ആ കുടുംബത്തിനുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു. ജ്യോത്സ്യന്റെ വിധിക്ക് പിന്നിൽ ഇത്തരം ചില സഹോദര ശാപമുണ്ടാകാം എന്നും അവർ കണക്കുകൂട്ടുന്നു. സ്വന്തം ചോരയായിരുന്നിട്ട് കൂടി ആ യുവാവിന്റെ നിലപാട് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന അമ്മാവന്മാർ. ഈ യുവാവിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഗ്രീഷ്മയ്ക്ക് വ്യക്തമായി അറിയാം. ഒരുപക്ഷെ ആ യുവാവിനെ കുടുംബക്കാർ തന്നെ കൊലപ്പെടുത്തിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ ഗ്രീഷ്മ ഷാരോൺ രാജിനെ വധിക്കാൻ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കിയതും ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? ഗ്രീഷ്മയുടെ അമ്മയ്ക്കെതിരെ ശക്തമായ തെളിവുകളില്ല എന്ന് പോലീസും പ്രോസിക്യൂഷനുമൊക്കെ സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഇനി അപ്പീൽ കൊടുക്കുന്നതിൽ വലിയ കാര്യമില്ല. എന്നാൽ ഗ്രീഷ്മയുടെ അമ്മാവനെതിരെ ഏതെങ്കിലും തലത്തിൽ വീണ്ടും ഒരു അപ്പീൽ നൽകാൻ കഴിയുമെങ്കിൽ അത് നൽകണമെന്നാണ് നേരത്തെ കേസ് അന്വേഷിച്ച ഡി ശില്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് 22 ജ്യൂസ് ചലഞ്ച് എന്നൊരു പദ്ധതി ഗ്രീഷ്മ തയ്യാറാക്കി. അതിൻ്റെ ഭാഗമായി പാരസെറ്റമോൾ, ഡോളോ ഗുളികകൾ കലക്കി അത് ജ്യൂസിൽ ചേർത്ത് ഷാരോൺ രാജിന് നൽകിയിരുന്നു. അപ്പോഴേ അവന് സംശയം തോന്നിയെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ അവൻ ചിത്രീകരിക്കുമായിരുന്നില്ല. ആ വീഡിയോ അടക്കം ഇപ്പോൾ വലിയ കുരുക്ക് വീണു ഗ്രീഷ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒടുവിൽ ഗ്രീഷ്മയെ കാത്തിരിക്കുന്നത് തൂക്കുകയർ. കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഗ്രീഷ്മ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു. അതിലപ്പുറം കോടതിക്ക് മുൻപിൽ ചില സംശയങ്ങൾ ശക്തമായത് ഷാരോൺ രാജിനെ കൊലപ്പെടുത്താൻ അവൾ തയ്യാറാക്കിയ പദ്ധതിയും അവൾ ഇൻ്റർനെറ്റിൽ തിരഞ്ഞ കാര്യങ്ങളുമൊക്കെ. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി കുരുക്കൊരുക്കി ഗ്രീഷ്മയ്ക്ക്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് കോടതി ഇതിനെ വിശേഷിപ്പിച്ചത്. സൈനികനുമായുള്ള വിവാഹബന്ധം ഉറപ്പായതോടെയാണ് ജീവന് തുല്യം തന്നെ സ്നേഹിച്ചിരുന്ന ഷാരോണിനെ ഒഴിവാക്കാൻ അവൾ തീരുമാനമെടുത്തത്. പിന്നീട് അവൾ നടത്തിയത് 10 മാസങ്ങൾ നീണ്ടുനിന്ന ആസൂത്രണം. 2022 ഓഗസ്റ്റിലെ ജ്യൂസ് ചലഞ്ച് അതിൻ്റെ ഭാഗമായിരുന്നു. അന്ന് കയ്പ് കാരണം ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു. ആ സംഭവം നടന്നതിൻ്റെ അന്ന് രാവിലെയും ഗ്രീഷ്മ അമിത അളവിൽ ഗുളികകൾ മനുഷ്യ ശരീരത്തിൽ കടന്നാലുള്ള ആഘാതത്തെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ പരതിയിരുന്നു. ഷാരോണിന് വിഷം നൽകി 2022 ഒക്ടോബർ 14 രാവിലെ 7:30 വിഷത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് അവൾ ഇൻ്റർനെറ്റിൽ പരതി. ഇത് കോടതിക്ക് മുൻപിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തെളിവുകളാണ്. വിഷത്തിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കിയാണ് അന്ന് 10:30 ഷാരോണിനെ അവൾ കഷായത്തിൽ വിഷം കലർത്തി കുടിപ്പിച്ചത്. ഒടുവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 11 ദിവസത്തെ അവൻ്റെ നരകയാതന. എല്ലാവിധ ചികിത്സയും നൽകിയിട്ടും അവൻ മരിച്ചു. നേരത്തെ ഇൻ്റർനെറ്റിൽ നിന്ന് അവളത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ആ വിഷത്തിന് മറുമരുന്നില്ല. 15 മില്ലി വിഷം ഉള്ളിൽ ചെന്നാൽ മരണം സുനിശ്ചിതമാണ് എന്നവൾ നിശ്ചയിച്ചുറപ്പിച്ചു. അതും ഗൂഗിളിൽ പരതി. വിഷം ഉള്ളിൽ ചെന്നതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കളനാശിനി വിസർജ്യത്തിലൂടെ പുറന്തള്ളും. ഷാരോണിന് 3 ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം രക്തത്തിൽ കളനാശിനിയുടെ അംശം ലഭിക്കില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. എത്ര വിദഗ്ധമായാണ് അവൾ ആ കൊലപാതകം നടത്തിയത്. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്ന് ഷാരോണിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർ സഹോദരൻ ഷീമോനോട് പറഞ്ഞിരുന്നു. പിന്നീട് ഷീമോനാണ് ഗ്രീഷ്മയ്ക്കെതിരായ തെളിവുകൾ കൃത്യമായി സംഘടിപ്പിച്ചത്. ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ ജ്യൂസ് ചലഞ്ച് നടത്തിയ വിവരം മൊഴിയായി നൽകിയത് സജിൻ. ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരോണിനെ ബൈക്കിൽ കൊണ്ടുചെന്ന് വിട്ട രജനിയും കോടതിയിൽ വിസ്തരിച്ചിരുന്നു. ഏതുവിധേനയും ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ നടത്തിയ കൊടിയ നീക്കങ്ങൾ. ഇത് സംബന്ധിച്ച് കുറ്റപത്രത്തിലുള്ള വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്നത്. 14-ാം തീയതി വീട്ടിൽ ആരുമില്ല, നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞ് അവൾ അവനെ വിളിച്ചു വരുത്തുന്നു. കഷായം കുടിക്കാമെന്ന് മുൻപ് ചലഞ്ച് ചെയ്തതല്ലേ, ദാ ഇരിക്കുന്നു കുടിക്ക് എന്ന് പറഞ്ഞ് അവൾ അവന് നേർക്ക് നീട്ടിയത് വിഷം. അതിനുശേഷം കയ്പ് മാറാൻ അവൾ ജ്യൂസ് കൊടുത്തു. കഷായം കുടിച്ച ഷാരോൺ മുറിയിൽ ഛർദ്ദിച്ചു. പിന്നീട് നടന്നതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത കാര്യങ്ങൾ. മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ഈ കൊടുംക്രൂരത നടത്താൻ മടിയില്ലാത്ത ഗ്രീഷ്മയുടെ കുടുംബത്തിൽ നടന്ന കൊലപാതകങ്ങൾ, അതിനെക്കുറിച്ചുകൂടി അന്വേഷിക്കേണ്ടതല്ലേ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.